അങ്ങനെ പിന്നെ അപ്പുറത്ത് ഓടുകുതിരയുണ്ട്, അതിലുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് വേണം അത് കാണാൻ. അപ്പം എല്ലാവരും 2 പടം കാണണം. ഞാനും കല്യാണി പ്രിയദർശനും ക്ലാഷ് റിലീസാണ് ഈ വട്ടം. ഇടിക്കുമ്പോ ഇങ്ങനെ പിടിച്ചിങ്ങനെ അടിപൊളി. പെപ്പയുണ്ട്, ക്യാമിയോ. നന്നായിട്ടുണ്ട്. അതായത് സൗണ്ട് എഫക്റ്റും അതിന്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതില് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ അഭിനയിച്ച ആ പയ്യൻ തന്നെയാണ്. കാരണം എനിക്ക് പേര് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ മറ്റേ ആക്ട്രസ്സായിട്ട് അഭിനയിച്ചവരും കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു ക്യാമിയോ റോളുണ്ട്. ഞാൻ ആരാധന പറയല്ല, അത് തിയേറ്ററിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ ആ രസം നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒരു ത്രില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ക്യാമിയോ റോളൊക്കെ. എന്തായാലും കൊള്ളാം, ഗംഭീരമാണ്. അടിപൊളി മ്യൂസിക്. ഇനി ഒന്നും പറയാം, എല്ലാവർക്കും കാണാൻ പറ്റിയൊരു അടിപൊളി പടമാണ്. കാണാത്തേ ഉള്ളൂ പറയാൻ. പ്രണയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ ട്രാക്കും ഉണ്ട്, അതിൽ ഇമോഷൻ ഉണ്ട്, ഇടിയുണ്ട്, ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഗോ ആൻഡ് വാച്ച്. നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചിരിക്കാനും ഉണ്ട്, എല്ലാം ആരുടെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ്? എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടു. It's a very nice movie, like it's a youthful romantic love story with comedy, action, and drama, everything. And it's a feel-good movie also at the same time. First half has a lot of comedy, while second half has action. It's a combination of everything. പേർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഫൺ പടമാണ്. അതേപോലെ ഇതൊരു എന്താ പറയുക, ലവ് സ്റ്റോറിയാണ്. എന്നാൽ ഒരു ഗ്യാങ്സ്റ്റർ കൈൻഡ് ഓഫ് സിനിമ. എല്ലാം കൂടെ ഉള്ള ഒരു പരിപാടി ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ്. ഭയങ്കര രസമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു അച്ഛൻ. മൊത്തത്തിൽ അങ്ങനെ ഒരു നല്ലൊരു പരിപാടിയുടെ ഭാഗമാകുന്നതിനുള്ള സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ നന്നായോ ഇല്ല എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്ത് നന്നാവണം. അതിനപ്പുറത്ത് നമ്മളൊരു നല്ല സിനിമയുടെ ഒരു ടീമിൻ്റെ കൂടെ കൂടാൻ പറ്റുമല്ലോ, അതാണ് ഹാപ്പിനെസ്. പിന്നെ പടം കിടിലൻ എൻ്റർടൈനറാണ്. വളരെ നല്ലതായിരുന്നു. നമ്മൾ ഈ ഒരു എല്ലാത്തരം ഓഡിയൻസിനെ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്നത്. പിന്നെ ഇത്ര ഓഡിയൻസിനിടയിൽ നിന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ പിന്നെ അപ്പുറത്ത് ഓടുകുതിരയുണ്ട്, അതിലുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് വേണം അത് കാണാൻ. അപ്പം എല്ലാവരും 2 പടം കാണണം. ഞാനും കല്യാണി പ്രിയദർശനും ക്ലാഷ് റിലീസാണ് ഈ വട്ടം. ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. ഇനി അത് വെച്ച് തന്നെ ഏറി കയറ്റല്ലേ. ഇല്ല, എല്ലാം വിജയിക്കട്ടെ, തിയേറ്ററുകൾ സജീവമാവട്ടെ. അങ്ങനൊന്നും ഇല്ല. ഇതിൽ കുറച്ച് ഫൺ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്, മറ്റേതിലുണ്ട്. അപ്പം എന്ത് കിട്ടിയാലും ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ദിവസം 2 പടം ഇറങ്ങുന്നതിനൊക്കെ വലിയ നമ്മളൊക്കെ സിനിമ ആഗ്രഹിച്ചവരെ ഭയങ്കര സന്തോഷം. കാശിന് കൂടെ കല്യാണിയും വെറുതെ എന്നെ ഏറി വിടല്ലേ ബ്രോ. അതെ, നമ്മൾ ഈ ലാലേട്ടൻ്റെ ഒക്കെ സിനിമ കണ്ടാണ് വളർന്നത്. അപ്പോൾ അവരുടെ കൂടെ നമ്മുടെ ഒരു സിനിമയും ഓപ്പോസിറ്റ് റിലീസ് ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇപ്പം എല്ലാ പടവും വിജയിക്കട്ടെ, എല്ലാവരും എല്ലാ സിനിമകളും കാണുക, സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വന്നു. എന്റെ എക്സ്പീരിയൻസ് ഇത്ര പോലെ സ്ക്രീനിൽ ഞാനും എന്റെ കണ്ണും മാത്രമേ ഉള്ളൂ. എന്നെ ഇടിക്കുമ്പോ ഇങ്ങനെ പിടിച്ചിങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.